പറയുന്ന വൈശാഖേട്ടൻ ഇട്ട കമന്റ് നമുക്ക് കാണാം. നിനക്കൊക്കെ എന്തിന്റെ കേടാന്നടാ? വൈശാഖേട്ടാ, നിന്നോടാണ് ചോദിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിന്നൊക്കെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നടാ. ലേശം കൂടുതലാണ്. ഈ പറയുന്ന നിങ്ങളുടെ അമ്മയോട് ദയവ് ചെയ്തിട്ട് പോയി ചോദിക്കണം, നിങ്ങൾ സി സെക്ഷൻ ആയിരുന്നു, അതല്ല നോർമൽ ഡെലിവറി ആയിരുന്നു എന്ന്. സോറി മാഡം. നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ പറയുന്ന സെയിം വെജാനയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് നിങ്ങൾ വേറെ ആരും കമന്റ് ബോക്സിൽ പോയിട്ട് അങ്ങനെ തൊലിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾ വലിയ മാസായി എന്നുള്ളത്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കാരണം നിങ്ങളെ അമ്മക്കും നിങ്ങളെ പെങ്ങൾക്കും ഉള്ളത് സെയിം വെജൈനയാണ്. വൈശാഖേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് കാണിക്കാൻ വേണ്ടി എന്റെ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് കമന്റ് ഇട്ടു. അതും ഞാനിവിടെ വെക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കൊടുക്കേണ്ടത് ഞാൻ അന്നനാളത്തിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമാശയത്തിലാണ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വളരെ സന്തോഷം. എന്ത് തന്നെ ആയാലും വൈശാഖേട്ടൻ എല്ലാവരും സൂക്ഷിക്കുക. പറഞ്ഞതാണ് ശരി. ഇതാണ് വൈശാഖേട്ടന്റെ മനസ്സിലിരിപ്പൊക്കെ ഇതാണ്. എന്ത് തന്നെ ആയാലും വൈശാഖേട്ടന്റെ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇത് കാണട്ടെ. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. കമന്റ് ബോക്സിൽ വന്നിട്ട് തോലിക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ പിന്നെ എന്തോ വടി എന്തോ വെട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ആരെയാണ് ചേനയാണെന്ന് പറയില്ലേ, വെട്ടിയാണ് വെച്ചോ. നിങ്ങൾ പെങ്ങളോ അമ്മയോ പറഞ്ഞു തരുമല്ലോ, മോനെ വൈശാഖേ ഇതാണ് മോനെ കാര്യം എന്നുള്ളത് പറഞ്ഞു തരില്ലേ. പറഞ്ഞു തരുമ്പോ സ്വയം അടിക്കാം വടി വെച്ചിട്ട്. മനസ്സിലായി, ഒക്കെ മനസ്സിലായി. നീ ആരാന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ കമന്റ് ഇട്ടേ? നീ എന്താ വിചാരിച്ചാ കമന്റ് ഇടുമ്പോ വൈശാഖേ? ഇതൊക്കെ എന്ത്